പുണ്യനബിയുടെ അടുക്കൽ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. സാധാരണഗതിയിൽ ജനാസ നമസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നത് പരിശുദ്ധ റസൂലാണ്. ഒരു സ്വഹാബിയുടെ ജനാസ പള്ളിയിലേക്ക് കടന്നു വന്നു. എല്ലാവരും സ്വഫായി നിന്നു. അണിയണിയായി ആ മയ്യത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. നബി മുന്നേ നിന്നു, ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് തിരിഞ്ഞു നിന്നുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു, ഈ മയ്യത്തിൻ്റെ പേരിൽ കടം വല്ലതുമുണ്ടോ? ഇദ്ദേഹത്തിന് കടമുള്ളതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന്. കടമുണ്ടോ ഇദ്ദേഹത്തിന് എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബികളിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു, നബിയെ, അദ്ദേഹം വലിയ കടക്കാരനാണ്, ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം പണം കൊടുക്കാനുണ്ട്, കടക്കാരനായിട്ടാണ് ഈ സഹോദരൻ മരണപ്പെട്ടു പോകുന്നത് എന്ന്. ഉടൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളുടെ സഹോദരനല്ലേ, നിങ്ങൾ തന്നെ അങ്ങ് നമസ്കരിച്ചാൽ പോരെ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അവസാനം ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിൻ്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ വീട്ടാൻ സന്നദ്ധമാണ് നബിയെ, അങ്ങ് നമസ്കരിച്ചാലും. അപ്പോഴാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് നിന്നുകൊണ്ട് ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചത് എന്നോർക്കുമ്പോൾ കടത്തിൻ്റെ ഭീകരത എത്ര വലുതാണ്. എന്നാൽ പിന്നെ നിങ്ങളുടെ സഹോദരനല്ലേ, നിങ്ങൾക്ക് തന്നെ അങ്ങ് നമസ്കരിച്ചാൽ പോരെ എന്നായിരുന്നു നബിയുടെ മറുപടി. കടത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്നു. കടം ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതല്ല, വലിയ വീടുണ്ടോ എന്നുള്ളതല്ല, അവൻ വലിയ ജോലിക്കാരനാണോ എന്നുള്ളതല്ല വിഷയം, അവൻ്റെ ജീവിതത്തിൽ കടമുണ്ടോ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഖ്യം, സുഖം എന്ന് പറയുന്നത് കടമില്ലാതെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. വലിയ ജോലിയല്ല, വലിയ സമ്പാദ്യമല്ല, വലിയ ബിസിനസ്സല്ല, അവന് കടമില്ലാതെ കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.